നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മിനിമലി ഇൻവസീവ് സ്പൈൻ സർജറി അഥവാ നട്ടെല്ലിലെ കീഹോൾ സർജറിയെ പറ്റിയാണ്. ഇതിനായി നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഡോക്ടർ അശോക് തോമസ്, സീനിയർ കൺസൾട്ടന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പൈൻ സർജറി, SP ഫോർട്ട് ഹോസ്പിറ്റൽ. വെൽക്കം സർ. വർക്കിംഗ് പ്രൊഫഷണൽസിൽ പ്രത്യേകമായി IT സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് കണ്ടുവരുന്ന ഒരു ഇതാണ് നടുവേദന എന്നുള്ളത്. അപ്പം എന്തൊക്കെയായിരിക്കാം അതിന്റെ കാരണങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സും കൂടെ ഒന്ന് വ്യക്തമാക്കാം. വർക്കിംഗ് പ്രൊഫഷണൽസിൽ ഇപ്പോൾ കൂടുതലും കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് നേരം, ഒരു 8 മണിക്കൂർ 12 മണിക്കൂർ വരെയൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് നട്ടെല്ലിന്റെ ആരോഗ്യത്തിന് വളരെ ദോഷകരമായ ഒരു പൊസിഷനാണ് ഈ സിറ്റിംഗ് പൊസിഷൻ. പക്ഷേ ജോലിയുടെ ഒരു പ്രഷർ കാരണം നമ്മൾക്ക് അതിൽ നിന്ന് പലപ്പോഴും എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആ ജോലി ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ പലരും അത് കാരണമുള്ള ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നുണ്ട്. അതായത് നടുവേദന, പിന്നെ ഞരമ്പുകളുടെ ഞെരുക്കം, കഴുത്ത് വേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. സിറ്റിംഗ് ഇതിൽ ദോഷമുള്ള ഒരു പൊസിഷനാണ്. നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഒരു 45 മിനിറ്റ് 1 മണിക്കൂർ കഴിയുമ്പോഴെങ്കിലും ഒന്ന് എഴുന്നേറ്റൊന്ന് ഒരു ബ്രേക്ക് എടുത്ത് ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ആയാലും മതി, 2 മിനിറ്റ് ഒന്ന് നടന്നിട്ട് തിരിച്ച് വീണ്ടും വന്ന് ഇരുന്ന് ജോലി ചെയ്യാം. 2, നമ്മുടെ ശരീരഭാരം എപ്പോഴും ബോഡി മാസ് ഇൻഡെക്സ് 25-ൽ താഴെ നിർത്തണം. അമിതവണ്ണം എപ്പോഴും ഡിസ്ക് തേയ്മാനം, നടുവിൻ്റെ ആയാലും കഴുത്തിൻ്റെ ആയാലും തേയ്മാനം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് അമിതവണ്ണം അല്ലെങ്കിൽ കൂടിയ ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ളൊരു ഫോർമുല നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അത് നോക്കുമ്പോൾ അറിയാം. നമ്മുടെ ശരീരഭാരവും നമ്മുടെ ഉയരവും ബന്ധിപ്പിക്കുന്ന ഒരു ഇൻഡെക്സ് ആണത്. അപ്പോൾ അത് എപ്പോഴും 25-ൽ താഴെ, ഐഡിയൽ 23 23-ന് അടുപ്പിച്ച് BMI നിർത്താൻ ശ്രമിക്കണം. റെഗുലറായിട്ടുള്ള വ്യായാമം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അത് ഒരു 45 മിനിറ്റ് നടപ്പ് മതിയാകും. ബ്രിസ്ക് വാക്കിംഗ് സഫീഷ്യൻ്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ ജനറലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഇരിക്കുമ്പോൾ നട്ടലിൻ്റെ താഴ്ഭാഗത്ത് ലംബാർ സ്പൈൻ വരുന്ന ഭാഗത്ത് എപ്പോഴും ഒരു സപ്പോർട്ട്, ഒരു ലംബാർ സപ്പോർട്ട്, അത് ഒരു കമേഴ്ഷ്യലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സപ്പോർട്ട് ആകാം, അല്ലെങ്കിൽ കസേരയിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു തലയണ ഉപയോഗിച്ചാലും മതി. നല്ല കട്ടിയുള്ള ഒരു പില്ലോ ഉപയോഗിച്ച് അതിലോട്ട് ചാരി ഇരുന്ന് മാത്രം വർക്ക് ചെയ്യുക. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ട് ലീൻ ചെയ്ത് ഇരുന്ന് ജോലി ചെയ്യാം, മുന്നോട്ട് ആഞ്ഞിരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ പുറകോട്ട് ചാരിയിരുന്ന് കീബോർഡ് നമ്മുടെ അടുത്തേക്ക് വലിച്ചു വെച്ച് കൈ സപ്പോർട്ടോടുകൂടി 2 എൽബോയിലും ഈ 2 ഭാഗത്തും ഒരു സപ്പോർട്ടോടുകൂടി പുറകോട്ടിരുന്ന് കമ്പ്യൂട്ടറിലേക്ക് നേരെ നോക്കി വർക്ക് ചെയ്യണം. കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൻ്റെ ഉയരം, മോണിറ്ററിൻ്റെ മുകൾ ഭാഗം നമ്മുടെ കണ്ണിൻ്റെ അതേ ലെവലിൽ വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. അത് എപ്പോഴും ഡെസ്ക്ടോപ്പ് മോണിറ്റർ ആണെങ്കിൽ അത് പോസിബിൾ ആവുള്ളൂ. ലാപ്ടോപ്പ് ആണെങ്കിൽ എപ്പോഴും താഴോട്ട് ഇരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉയർത്തി വെച്ചിട്ട് ഒരു സെപ്പറേറ്റ് കീബോർഡ് ഉപയോഗിച്ച് വേണം വർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഒരുപാട് കുനിയുന്ന ഒരു അവസ്ഥ വരരുത്. എപ്പോഴും ചാരി ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആയിരിക്കണം നമ്മൾ അസ്യൂം ചെയ്യുന്നത് എപ്പോഴും. അത് സെയിം നമ്മൾ എഴുതുന്ന ജോലിയുള്ളവരായാലും ഇതുപോലെ നമ്മൾ ചാരി ഇരുന്ന് വർക്ക് ചെയ്യാത്തക്ക രീതിയിൽ ഒരു ബോർഡ് വെച്ച്, ബോർഡിൻ്റെ പുറത്തോട്ട് വെച്ച് എഴുതുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. സർ, പ്രായമായവരിൽ ഡിസ്ക് തേയ്മാനത്തിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? അതിന്റെ റിസ്ക് എത്രത്തോളമാണ്? ഡിസ്ക് തേയ്മാനം എന്നുള്ളത് കൂടുതലും പ്രായമായവരിൽ വരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതായത് നമ്മൾ വയസ്സാകുമ്പോഴാണ് നമ്മുടെ ടിഷ്യൂസിൻ്റെ തേയ്മാനം കൂടുന്നത്, പ്രായത്തിനനുസരിച്ച് കൂടി വരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഓപ്പറേഷന് വേണ്ടി വരുന്ന രോഗികളിൽ നല്ലൊരു ശതമാനം, ഒരു 60% അല്ലെങ്കിൽ 70% പേർക്ക് 60-ൽ കൂടുതൽ പ്രായമുള്ളവർ, 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പറേഷന് മുമ്പുള്ള അനാലിസിസും MRI സ്കാൻ, എക്സ്റേ ഇതെല്ലാം വെച്ചുള്ള അസസ്മെൻറ്റിൽ ഞരമ്പിൻ്റെ ഞെരുക്കമാണ് രോഗിയുടെ വേദനയുടെ കാരണം എന്ന് മനസ്സിലാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കശേരുക്കൾ തെന്നിയിരിക്കുന്നതാണ് വേദനയുടെ കാരണം മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പറേഷൻ തന്നെയാണ് അതിന് ഒരു നല്ലൊരു ഓപ്ഷൻ. പ്രായമായതുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യില്ല അങ്ങനെയില്ല. ഇപ്പോൾ അനസ്തീസിയൊക്കെ വളരെ ആധുനികമായ രീതിയിലുള്ള അനസ്തീസിയയിൽ പ്രായം അനസ്തീസിയയ്ക്ക് ഒരു തടസ്സമല്ല. അതുപോലെ തന്നെ പ്രായം ഓപ്പറേഷൻ ഒരു തടസ്സമല്ല. ഈ രോഗാവസ്ഥയ്ക്ക് മുമ്പ് നന്നായി നടന്നുകൊണ്ടിരുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് ഈ വേദന കാരണം നടക്കാൻ പറ്റുന്നില്ല, ഇത് കാരണം ഒട്ടും നടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓപ്പറേഷൻ കൂടി പരിഹരിക്കാവുന്നതാണെങ്കിൽ ഓപ്പറേഷനിൽ കൂടെ തന്നെ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഓരോരുത്തരുടെയും രോഗാവസ്ഥകൾ പോലെ ഇരിക്കും. ഇപ്പോൾ കാർഡിയാക് സ്റ്റാറ്റസ്, അത് ഹാർട്ടിൻ്റെ പ്രവർത്തനം, ഷുഗർ, ഹൈപ്പർ ടെൻഷൻ, BP, ഇവ എല്ലാത്തിൻ്റെയും ഒരു അസസ്മെൻറ്റ് നമ്മൾ ഓപ്പറേഷന് മുമ്പായിട്ട് അനസ്തീസിയ, കാർഡിയോളജി ഇവാലുവേഷൻ എല്ലാം ചെയ്ത് റിസ്ക് ഫാക്ടർ അസസ് ചെയ്തിട്ട് മാത്രമേ സർജറിയിലേക്ക് സാധാരണഗതിയിൽ പോകാറുള്ളൂ. അതുകൊണ്ട് പ്രായം എന്നുള്ളത് മാത്രം അതിനൊരു തടസ്സമായിട്ട്
വരാറില്ല. പ്രായം കൂടിയവർക്കും വളരെ സുരക്ഷിതമായിട്ടുള്ള ഓപ്പറേഷനാണ് ഈ പറഞ്ഞ മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി. കുട്ടികളിൽ സാധാരണമായി കണ്ടുവരുന്ന നട്ടെല്ലിലെ വളവിന് ഈ ഒരു സർജറി ഫലപ്രദമാവുമോ? സ്കോളിയോസിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് കൗമാരപ്രായത്തിലുള്ള കുട്ടികളിലാണ് സാധാരണ ഇത് കണ്ടുവരുന്നത്. മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി സ്കോളിയോസിന് ഇപ്പോൾ വളരെ പ്രചാരത്തിലുള്ള ഒരു ഓപ്പറേഷൻ അല്ല. കാരണം ഈ ഓപ്പറേഷനിൽ നമുക്ക് പല ലെവൽസിൽ, ചിലപ്പോൾ 10, ചിലപ്പോൾ 16 ലെവൽസിൽ നട്ടെല്ലിലെ കശേരുക്കളിൽ നമ്മൾ സ്ക്രൂ ഇട്ട് ഉറപ്പിക്കേണ്ടി വരും. അതിൻ്റെ ഈ കശേരുക്കളുടെ ഇടയിലുള്ള ലിഗമെന്റ്സ്, ജോയിൻസ് എല്ലാം റിലീസ് ചെയ്യേണ്ട ഓപ്പറേഷനാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ചെയ്താൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ ആ ഒരു കേസിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗാവസ്ഥയിൽ സാധാരണഗതിയിൽ മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി അത്ര വിജയകരമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് നമ്മൾ സ്കോളിയോസിസ് കറക്ഷന് വേണ്ടി ഉപയോഗിക്കാറില്ല. നട്ടെല്ലിന്റെ പൊട്ടലുകൾ അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ്, അതായത് റോഡ് അപകടങ്ങൾ കാരണം ഉണ്ടാകുന്നത്, അതിൽ നമുക്ക് ഈ സർജറി യൂസ് ചെയ്യാൻ പറ്റുമോ? നട്ടെല്ലിന്റെ പൊട്ടൽ എന്ന് പറയുമ്പോൾ അത് എല്ലിന് മാത്രമുള്ള ക്ഷതമാകാം, ഞരമ്പിനുള്ള സ്പൈനൽ കോഡിനുള്ള ക്ഷതമാകാം. സ്പൈനൽ കോഡിനുള്ള ക്ഷതം കാലുകളുടെ ബലക്കുറവ്, ബലക്ഷയം, കൈകാലുകളുടെ ബലക്ഷയത്തിലേക്ക് നയിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ 90% തരം പൊട്ടലുകളിലും നമുക്ക് മിനിമലി ഇൻവേസീവ് സർജറി ഉപയോഗിക്കാവുന്നതാണ്. അതായത് നട്ടലിൻ്റെ പൊട്ടൽ ഞരമ്പിന് വലുതായിട്ട് ക്ഷതം വരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ കശേരുക്കൾ തെന്നി മാറിയിട്ടില്ല, ഇല്ലാത്ത കേസുകളിൽ കശേരുകൾ പൊട്ടി പല പീസ്, ബേസ്റ്റ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഫ്ലെക്ഷൻ ഡിസ്ട്രാക്ഷൻ ഇഞ്ചുറീസ്, ഇങ്ങനെയുള്ള കേസസിലെല്ലാം തന്നെ നമുക്ക് മിനിമലി ഇൻവേസീവ് സർജറി വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് വിത്തിൻ ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ നമുക്ക് നടക്കാനും അടുത്ത ദിവസം നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാനും സാധിക്കും. ഞരമ്പുകളുടെ ക്ഷതം ഉള്ളപ്പോൾ, സ്പൈനൽ കോഡിന് ക്ഷതമുള്ളപ്പോൾ, അല്ലെങ്കിൽ കശേരുക്കൾ മൊത്തത്തിൽ ഡിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിൽ പലപ്പോഴും നമ്മൾ ഓപ്പൺ സർജറി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതിന് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി, അതായത് തെന്നി മാറിയതിനെ അതിൻ്റെ തൽസ്ഥാനത്തേക്ക് പിടിച്ചു വെക്കാൻ, ഞരമ്പുകളുടെ ഞെരുക്കം മാറ്റാനും വേണ്ടി നമ്മൾ ഓപ്പൺ സർജറി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ആ കേസസിൽ ഫിസിയോതെറപ്പി, റീഹാബിലിറ്റേഷൻ എന്നിവയെല്ലാം ഓപ്പറേഷന് ശേഷം ആവശ്യമായി വരാം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടുതൽ ആശുപത്രിയിൽ തങ്ങേണ്ടി വരാം. കീഹോൾ സർജറിയെ പറ്റിയുള്ള മിഥ്യാധാരണകൾ മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇത് സംബന്ധമായ സംശയങ്ങൾക്കും സേവനങ്ങൾക്കും നിങ്ങൾക്ക് SP ഫോർട്ട് ഹോസ്പിറ്റലുമായി ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി കാണാം. നന്ദി.